മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുമായ ശിവരാജ് പാട്ടീൽ അന്തരിച്ചു. 91 വയസ്സായിരുന്നു. മഹാരാഷ്ട്ര ലാത്തൂരിലെ വസതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. മുംബൈ ഭീകരാക്രമണ സമയത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്നു ശിവരാജ് പാട്ടീൽ. ലാത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് 7 തവണ ശിവരാജ് പാട്ടീൽ വിജയിച്ചിട്ടുണ്ട്. തൗഫീഖ് അസ്ലം വിശദാംശങ്ങൾ നൽകും. തൗഫീഖ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇന്ത്യയുടെ ഭരണചരിത്രത്തിൽ ശിവരാജ് പാട്ടീൽ എന്ന പേര് ഒരിക്കലും നമുക്ക് മറക്കാൻ കഴിയില്ല. പ്രത്യേകിച്ച് മുംബൈ ഭീകരാക്രമണ സമയത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി കൂടിയായിരുന്നു അദ്ദേഹം. എവിടെ വെച്ചായിരുന്നു ശിവരാജ് പാട്ടീലിന്റെ അന്ത്യം? സൈഫുദ്ദീൻ മഹാരാഷ്ട്രയിലെ ലാത്തൂരിലെ വസതിയിൽ രാവിലെ 6:30 അദ്ദേഹത്തിന് അന്ത്യമുണ്ടായത്. രാജ്യത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ ഒരാളാണ്. ലോക്സഭാ സ്പീക്കർ, കേന്ദ്രമന്ത്രിസഭയിലെ വിവിധ പ്രധാന വകുപ്പുകൾ എന്നിവയിൽ ഉൾപ്പെടെ നിരവധി സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിരുന്നു. ആ സമയത്തായിരുന്നു മുംബൈ ഭീകരാക്രമണം ഉണ്ടാവുന്നതും തുടർന്ന് അദ്ദേഹം രാജിവെക്കുകയുമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിലും കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഏറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് പാട്ടീൽ. പാർലമെന്റിൽ നിരന്തരം പല വിഷയങ്ങൾ ഉന്നയിച്ചിരുന്ന അദ്ദേഹം നിരവധി തവണ പാർലമെന്റിലേക്ക് മത്സരിച്ച് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 1980 പാർലമെന്റിൽ എത്തിയ ശേഷം ശിവരാജ് പാട്ടീൽ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു. ഗാന്ധി നെഹ്റു കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട വിശ്വസ്തൻ കൂടിയായിരുന്നു പാട്ടീൽ. അതുകൊണ്ട് പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ആ കുടുംബവുമായി വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരാൾ കൂടിയായിരുന്നു. ആദ്യം ഇന്ദിരാഗാന്ധിയുടെ മന്ത്രിസഭയിലും പിന്നീട് രാജീവ് ഗാന്ധിയുടെ മന്ത്രിസഭയിലും അംഗമായിരുന്നു. നെഹ്റു ഗാന്ധി കുടുംബവുമായി വലിയ ബന്ധങ്ങൾ വെച്ചു പുലർത്തിയിരുന്നു അദ്ദേഹം. അത് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിനും പാർട്ടിക്കും വലിയ രീതിയിൽ ഗുണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 1991 സ്പീക്കർ ആയിരിക്കുമ്പോഴാണ് ലാത്തൂരിൽ ഈ ഭൂകമ്പം ഉണ്ടാകുന്നത്. അപ്പോൾ ആ ദുരന്തമുഖത്ത് നേരിട്ടെത്തുകയും രക്ഷാപ്രവർത്തനത്തിനടക്കം നേതൃത്വം നൽകിയ വ്യക്തി കൂടിയായിരുന്നു. അപ്പം ഈ സുനാമി ബാധിച്ച എല്ലാ ഇടങ്ങളിലും അദ്ദേഹം എത്തുകയും അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് വലിയ രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ നടത്തുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സേവനങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കിയ ഒരു മന്ത്രി കൂടിയാണ്. ആ നിലയിലെല്ലാം ഒരു ജനകീയനായി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു. ആളുകളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് ചെയ്തു കൊടുക്കുന്നതിൽ മുന്നിൽ നിന്ന ഒരാൾ കൂടിയായിരുന്നു. 2004 ശിവരാജ് പാട്ടീൽ ആഭ്യന്തരമന്ത്രിയായി മന്ത്രിയാവുന്നത്. എന്നാൽ ഈ 4 വർഷത്തിനുള്ളിൽ അദ്ദേഹം രാജിവെക്കുകയായിരുന്നു. ഈ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷമുള്ള സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞത്. പിന്നീട് പഞ്ചാബ് ഗവർണർ, ചണ്ഡീഗഡിൽ അഡ്മിനിസ്ട്രേറ്റീവ് തുടങ്ങിയ പദവികൾ കൂടി അദ്ദേഹം വഹിക്കുകയും ചെയ്തിട്ടുണ്ട്.